ഇച്ചായ ഗുഡ് ന്യൂസ് ആണ് കേട്ടോ. അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല. കോംപ്ലിക്കേഷൻ വന്നപ്പോൾ ഞാൻ പേടിച്ചു. സക്സസ് ആയി. 2 വയസ്സൊക്കെ നിദ്രയില്ല. പിന്നെ പെൺകുഞ്ഞാ കേട്ടോ. എൻ്റെ മാതാവേ നന്ദി. ഒരു കുഴപ്പമില്ലാണ്ട് വന്നല്ലോ. അവൾക്ക് എങ്ങനെയുണ്ട്? എപ്പോഴാ റൂമിലേക്ക് മാറ്റുന്നത്? ഓപ്പറേഷൻ അല്ലായിരുന്നു ഇച്ചായ. എന്തായാലും ചെറിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് നാളെ റൂമിലേക്ക് മാറ്റിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ആണോ? എന്തായാലും നീ നിൻ്റെ ഡ്യൂട്ടി അവർ കഴിഞ്ഞെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോയേക്കാം. പിന്നെ നാളെ രാവിലെ ഇവിടെ ഹാജരായേക്കാം. നിന്നെയും കൂടെ കാണാമല്ലോ. ഇച്ചായ ഞാൻ വരുന്നേ. ഇച്ചായ പറയുന്ന കീഴിലേക്ക് നടന്നോ. എൻ്റെ ബാഗ് എടുത്തിട്ട് വന്നാൽ മതി. ഇതെന്നെ കോലപാടാ. നിനക്ക് നല്ലത് കിട്ടിയിട്ടുണ്ടല്ലോ. നീ അടിച്ചിട്ടവൻ്റെ സ്ഥിതി ഇപ്പം മോശമാ. ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാതിരാത്രി ജയിലിലേക്ക് വന്നത്? അത് ചോദിക്കാനൊന്നുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയാൻ വേണ്ടി വന്ന. നീ ഒരു അച്ഛനായി. ഹെർലിൻ പ്രസവിച്ചു. പെൺകുഞ്ഞ. അവളെ കൊച്ചിനെ ഇല്ലെന്നാക്കുന്ന ഞാൻ കരുതിയത്. എനിക്ക് ആത്മാർത്ഥമായിട്ട് കുറച്ച് കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അത് ഹെർലിനോട് മാത്രമാണ്. ചെയ്തത് തെറ്റായിപ്പോയി. പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. നീ വിഷമിക്കാതെടാ. എനിക്കെൻ്റെ കുഞ്ഞിനെ അവളെയും കാണണം. ഇന്ന് രാത്രി തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്യ്. ഓക്കെ, അതിനുള്ള ഏർപ്പാട് ചെയ്യാം. നീ റെഡിയായിട്ട് നിൽക്കേ. ഏതാണ് ഫ്ലോറ്? സാറേ, 5th ഫ്ലോർ. വേഗം വേണം കേട്ടോ, ആരും കാണരുത്. സ്വബോധത്തോടെ ഇരിക്കുമ്പോൾ തന്നെ നീ അനുവദിക്കത്തില്ലല്ലോ. നീ എൻ്റെ ഹെർലിനെ പോലെ തന്നെയാണല്ലോ കുഞ്ഞായിരിക്കുന്നത്. പപ്പ വന്നപ്പോൾ 2 പേരും ഓർക്കത്തില്ല, അമ്മയും മോളും. ഞാനൊരു ദിവസം വരും, അന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഇപ്പം പപ്പ പോട്ടെ കേട്ടോ. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. അവളെയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ വന്നതാണോ? ഞാൻ വരും, ഇപ്പോഴല്ല, പിന്നെ. പഴയ ചില കണക്കുകൾ എനിക്ക് നിന്നോട് പറഞ്ഞു തീർക്കാനുണ്ട്. വാ എൻ്റെ കൂടെ. പഴയകാലം ഒരു നിമിഷത്തിന് ഓർക്കുന്നത് നല്ലതാണ്. ഇന്നലെ വൈകിട്ട് ബിസിനസ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് പോയ ആളാ. ഇക്കാലത്താണോ ഇങ്ങോട്ട് കയറി വരുന്നത്? എൻ്റെ മോള് ക്ഷമിക്ക്. തിരക്കായി പോയത് കൊണ്ടല്ലേ. ഞാൻ ഈ സമ്പാദിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? നിനക്ക് വേണ്ടിയിട്ടല്ലേ എടി. അപ്പൻ്റെ മോളുടെ കുശലാന്വേഷണമൊക്കെ കഴിഞ്ഞെങ്കിൽ വന്നിരിക്കാൻ നോക്ക്. ഞാൻ കഴിക്കാൻ വിളമ്പാം. ഉത്തരവ് പോലെ മഹാറാണി, നീ കഴിക്കാൻ വിളമ്പിക്കോ. പിന്നെ ഒരു കാര്യം, അപ്പുറത്തെ വീട്ടിൽ എന്താ ലൈറ്റൊക്കെ? അതെ, കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വീട്ടിലുണ്ടായിരിക്കണം. അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാർ വന്ന ഒരു വീട് വാങ്ങിച്ചെന്ന്. പിന്നെ അവിടെ ഒരു ചെറുക്കനുമുണ്ട്, എൻ്റെ കൂടെയാ പഠിക്കുന്നത്. എങ്ങനെ എന്നതാടി നിനക്കത് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. നീ അവനെ കയറി പ്രേമിച്ചൊന്നും ചെയ്തേക്കല്ലേ. നിന്നെയൊക്കെ ദൂരെ കെട്ടിച്ച് വിട്ടിട്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കൂടെ അടുത്ത ഹണിമൂണിനൊക്കെ പോകാനുള്ളതാ. കെട്ടിയൊരു കൊച്ചു പോയി ആ കൊച്ചിനെ കെട്ടിക്കറേ, അപ്പല്ലേ ഹണിമൂൺ. നിങ്ങൾ 2 പേരും വരുന്നുണ്ടോ കഴിക്കാൻ? വന്നേ. ഡി ഹെർലിനെ, നിന്റെ വീടിൻ്റെ അടുത്ത് പുതിയ താമസക്കാർ വന്നെന്ന് കേട്ടല്ലോ. അവളുടെ ഒരു ആകാംക്ഷ അറിഞ്ഞിട്ട് ഇപ്പം എന്നത്തിനാണാവോ? അതെ, നിന്നെ കളഞ്ഞിട്ട് വേറെ ആരെങ്കിലും കൂടെ പോവാനാ. 2 പേരും നിർത്തിക്ക്. ഇപ്പം ലഞ്ച് ബ്രേക്ക് തീരും. എടി നോക്കിക്കേ, നിൽക്കുന്നവനാ പുതിയ അഡ്മിഷൻ. എൻ്റെ അമ്മ, ഇത് കൊള്ളാലോ. ഡി കൂടുതലങ്ങ് നോക്കണ്ട കേട്ടോ, എന്നെ മറന്നേക്കല്ലേ. ഇയാളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
മുഖത്തിന് എന്തെങ്കിലും. എടി ഹെർലിനെ, നീ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. വന്നേ, നമുക്ക് പോയി കൈ കഴുകാം. വാ. നാളെ രണ്ടുപേരും പറഞ്ഞ് കേൾപ്പിച്ചിട്ട് ക്ലാസ് കയറിയാൽ മതി കേട്ടോ. പിന്നെ സ്റ്റുഡൻസ്, ഞാനിപ്പോൾ നിങ്ങളെ ഷഫിൾ ചെയ്തെടുത്താൻ പോവാണ്. നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഞാൻ തരാൻ പോവാം. സോ ഞാൻ പറഞ്ഞ പോലെ ഇരിക്കേ. എക്സ്ക്യൂസ് മീ സർ, മേ ഐ കം ഇൻ? ഓഹ്, ഈ ജാട ചെറുക്കനെന്നൊരു ഈ ക്ലാസ്സിലുള്ളതാണോ? വാ പീറ്റർ, നീ അവിടെ നിന്ന് കളഞ്ഞത്. പിന്നെ ഗൈസ്, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. സ്റ്റുഡൻസ് ശ്രദ്ധിക്കിവിടെ, ഇത് എൻ്റെ മകനാണ്. ഞാനാണെങ്കിൽ ഫാമിലിയുടെ കൂടെ അല്ലായിരുന്നല്ലോ ഇത്രയും നാളും നിന്നിരുന്നത്. അവരങ്ങ് നാട്ടിലായിരുന്നു. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് സെറ്റിലാവാൻ തീരുമാനിച്ചു. ഞങ്ങളിവിടെ അടുത്ത് വീടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഗൈസ്, ഇവനെയും നിങ്ങളുടെ കൂടെ കൂട്ടുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിലും നോട്ട്സൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കുക. അന്നേരം അതിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഹെർലിൻ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഓക്കെ സാർ. പണ്ടൊരടങ്ങ് എൻ്റെ നോട്ട് കംപ്ലീറ്റ് അല്ലല്ലോ. മാത്സിൻ്റെ നോട്ട് അപ്പം വീട്ടിൽ തന്നു വിടുവോ? ഞാൻ എഴുതിയിട്ട് തരാം. ആ, പിന്നെ എന്താ, ടെക്സ്റ്റും കൊണ്ടുപോയിക്കോ. വാട്ട്? ടെക്സ്റ്റോ? അതെനിക്കുണ്ട്. ആണോ? ഓക്കെ. ഹോ, നമ്മുടെ ഹെയർലൈന് പുതിയ കൂട്ടിനെ കിട്ടിയോടി. ഡീ, എന്നാടി മസിൽ പിടിച്ചിരിക്കുന്നത്? എന്നേലും ഫ്രണ്ട്ലി ആയിട്ട് മിണ്ട് ആ കൊച്ചിനോട്. അതെ, ഏത് സോപ്പിട്ടാ കുളിക്കുന്ന? എന്താ നോക്കുന്ന? സോപ്പല്ലേ ചോദിച്ചല്ലോ, അല്ലാണ്ട് കുളി കാണണമെന്ന് പറഞ്ഞൊന്നും ഇല്ലല്ലോ. വിൽ യു പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ്? എനിക്കെങ്കിൽ താൻ കാരണം ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. സോ പ്ലീസ് ഷട്ട് അപ്പ്. സോറി. ഇതെന്നെ പറ്റി വീട്ടിലെത്തിയിട്ട് കഴുകുക പോലും ചെയ്യാതെ എഴുത്താണല്ലോ. മമ്മി, എൻ്റെ ക്ലാസ് ടീച്ചറായ എബ്രഹാം സാറും ഫാമിലിയാണ് അപ്പുറത്തെ വീട്ടിൽ താമസിക്കാൻ വന്നത്. സാറിൻ്റെ മോൻ എൻ്റെ കൂടെയാണ് പഠിക്കുന്നത്. നോട്ട് കൊണ്ട് കൊടുക്കാൻ, എൻ്റെ നോട്ട് കംപ്ലീറ്റ് അല്ല. ആ, അത് ഞാനിന്ന് ഉച്ചയ്ക്ക് അറിഞ്ഞായിരുന്നോ. ഞാൻ മിസ്സസ് എബ്രഹാമിനെ ഇന്ന് പരിചയപ്പെട്ടു. നല്ലൊരു സ്ത്രീ കേട്ടോ, എന്ത് പറഞ്ഞാലും. എങ്കിൽ മോള് പേത്ത് കൊണ്ടു കൊടുത്തിട്ട് വാ. ഹായ്, ഇത് ഞാൻ ഹെർലിൻ. നോട്ട് വേണ്ടായിരുന്നോ? അതുകൊണ്ട് വന്നത്. ആൻറ്റി ഇല്ലേ? വാ, കയറി വാ. ആൻറ്റി ഇല്ലേ? അമ്മയാണെങ്കിൽ പുറത്ത് പോയേക്കാം. പപ്പയും. ഓ, ജ്യൂസ് കിട്ടുമോ? ടീ എടുത്തുകൊണ്ട് വരാം. ഓ, ആണല്ലേ. ഇവ കുറച്ച് മസാല ഇവിടുത്തെ ഇരിപ്പം കൂടുതലാ. ആൻറ്റി പറഞ്ഞാൽ ശരിയാ. അതെ, ജ്യൂസ് വന്നല്ലോ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ജ്യൂസ് കുടിച്ചിട്ട് പോവാണേ. നോട്ട്സ് ഇവിടെ കുടിച്ചിട്ടുണ്ട്, അടുത്ത ദിവസം കൊണ്ട് തന്നാൽ മതി. ഇവളെന്താ എൻ്റെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് വന്നതാണോ? മോളെന്തേടി? അല്ലെങ്കിൽ കയറി വരുമ്പോഴേ ഇവിടെ കാണുന്നതാണല്ലോ, കണ്ടില്ലല്ലോ. ഓ, അതാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ അവരുടെ ഫ്രണ്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ നോട്ട്സ് കൊടുക്കാൻ പോയതാ. ആണോ? കൂടുതൽ അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ വിടണ്ട കേട്ടോ. അപ്പേ നേരത്തെ വന്നോ? ഹെർലിൻ, അപ്പുറത്ത് താമസിക്കുന്നവർ ഫ്രണ്ട്ഷിപ്പ് നമുക്കധികം വേണ്ട. അവരത്ര നല്ലതല്ല. ആ അപ്പേ. ഇവള് വന്നത് ഇതെന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഒന്നും മിണ്ടാത്തൊന്നും ഇല്ലല്ലോ. ഇതെത്ര നേരമായി? ഇത് കുറേ നേരമായാലും അതും വെച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്താ അപ്പ തന്ന ഹോംവർക്കാണോ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇല്ല, വേണ്ട പീറ്റർ, ഞാനത് ചെയ്തോളാം. എന്ത് പറ്റി? ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യമാണോ? എടി ഹെർലിൻ, നീ ഹോംവർക്ക് ചെയ്തോ? ഞാൻ ചെയ്തില്ലെങ്കിൽ കിട്ടിയില്ല. നിങ്ങൾ രണ്ടൊരു ഹോംവർക്ക് ചെയ്തോണോ? എങ്കിൽ പിന്നെ എന്നെ കൂടെ കാണിക്കും. ഞാൻ എഴുതിയിട്ടില്ല. ഹെർലിൻ എഴുതിക്കൊണ്ടല്ലല്ലോ വന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബുക്ക് എടുക്ക്, വാ. ഇത്രയേ ഉള്ളൂ? ഹെർലിൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെന്താണ് പീറ്ററെ, നിനക്ക് ഹെർലിൻ്റെ ചിരി മൊത്തം നല്ല ഭംഗിയായിട്ട് തോന്നിയത്? പ്രേമം മണക്കുന്നു. അതെ, പ്രേമം മണക്കുന്നുണ്ട്. താനോ?
താനെന്താടോ എൻ്റെ ഓഫീസിൽ? ഞാനൊരിക്കലും നിന്നെ കാണാൻ വരണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷെ നിന്റെ ചേട്ടനും നിന്റെ ഭർത്താവും കൂടെ എന്നെ ഇവിടെ വരുത്തിയതാ. അവനെന്തീ? എന്തു പറ്റി ഡേവിഡ്? നീ എന്നോട് ചെയ്ത ക്രൂരത നിന്റെ ഭാര്യയും മോളും അറിയാന്നുള്ള പേടിയാണോ നിനക്ക്? നീ ആ രാത്രിയെപ്പറ്റി എന്നെ ഓർമ്മിപ്പിക്കാത്ത ജീന. അതാലോചിക്കുമ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നിനെ ഞാനങ്ങ് സ്വന്തമാക്കി. നീയോ ആസ്വദിച്ച് കാണുമല്ലോ ആ വേദന. പിന്നെ ഞാനിപ്പോൾ വന്നത് കെഞ്ചാനല്ല, കൊന്ന് കളയുമെന്ന് പറയാൻ വേണ്ടിയിട്ടാ. നീ ഒന്ന് തൊട്ട് നോക്കട്ടെ ഡേവിഡ്, അപ്പം അറിയാം. ഞാൻ തൊട്ടതല്ലേ ജൂണെ, നീ തൊട്ടതിന് മുമ്പ് തന്നെ. എന്താടാ നായ നീ പറഞ്ഞത്? എൻ്റെ അപ്പ ഇല്ലേ ഇന്ന് ബിസിനസ് ടൂർ കഴിഞ്ഞ് വരും. ഞാനാണെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരാം കേട്ടോ. പപ്പ എന്തെങ്കിലും കൊണ്ടുവന്ന്. ആ ഓക്കെ ഓക്കെ. എടി പയ്യെ കഴിക്കടിയേ. നീ അവളെ നോക്കി പേടിപ്പിക്കാൻ നീ അവിടെ ഇരുന്ന് കഴിച്ചേ. പിന്നെ ഇവനില്ലേ എന്താ കൊണ്ടുവരാന്ന്? ആർക്കാ? പീറ്ററിനാണോ സർപ്രൈസ്? ഇതെന്നെ കൊല വെച്ചായ? ആരാ ഈ വെച്ചതിനെ തല്ലിയത്? അപ്പ ഇതെന്തു അപ്പ? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, അപ്പുറത്ത് അവന്മാർ കൊള്ളൂലെന്ന്. അവന്മാരിങ്ങനെ ചെയ്തത്. ഞാനും അവനും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാ. ഞങ്ങളുടെ ഇടയിൽ ഒരു ശത്രുതയുണ്ട് ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ. അതുകൊണ്ട് അവന്മാരുടെ കാല് തല്ലി ഓടിച്ചത്. നിങ്ങളെ കൂടുതൽ ടെൻഷനാക്കാതെയൊക്കെയാണ് ഞാൻ പറയാതിരുന്നത്. അവനെ ഒന്ന് വെറുതെ വിട്ടുകൂടയിച്ചായ? എന്താ വേണ്ടത് എനിക്കറിയാം. അതെ അപ്പ, അവൻ്റെ കാലിൽ തല്ലി ഓടിക്കണം. എന്നെ കൊണ്ട് പിന്നെ ജൂണപ്പ വിശേഷം. കോളേജിലെത്തി കഴിഞ്ഞിട്ട് കാർ കൊണ്ട് പൊക്കണം കേട്ടോ. എടാ കൊച്ചനെ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കടാ, നീ ഇല്ലേ എബ്രഹാമിനല്ല എൻ്റെയും ജീനയുടെയും ചെറുക്കനായിട്ടായിരുന്നു ജനിക്കേണ്ടത്. ഞങ്ങൾക്കൊരു കുഞ്ഞില്ലല്ലോടാ. നിന്നെ കണ്ട ഞങ്ങളും ജീവിക്കുന്നത്. എന്നാ സെൻഡ് ആവുകയാണോ? ദേ എത്തി സ്ഥലം. എങ്കിൽ ഞാൻ ഇറങ്ങിയേക്കുവാ. ആ എങ്കിൽ ശരിയുടെ മോനെ, ഞാൻ എങ്കിൽ പോയേക്കുവാ കേട്ടോ. നന്നായിട്ട് പഠിക്കേ. പിന്നെ ഈ ആഴ്ച അവസാനം ആകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയേക്കണം. ആ നീ ഇവിടെ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതേ അവിടെ എല്ലാവരും എത്തി. ഇപ്പം ലൈബ്രറിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങല്ലോ. നീ വാ. നീ പോയി പീറ്ററിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ആ ഞാനിപ്പോൾ പറഞ്ഞിട്ട് വരാം. നീ ക്ലാസ്സിലേക്ക് വന്നേരെ കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നോ? ദേ ഹെലനാണെങ്കിൽ നിന്നെ അവിടെ ലൈബ്രറിയിലേക്ക് വിളിക്കുന്നുണ്ട്. ലൈബ്രറിയിൽ ആരുമില്ല. ആരുമില്ലെങ്കിൽ പിന്നെ എന്തിനടി അവളെ വിളിക്കുന്നത്? എൻ്റെ കർത്താവേ, ഇനി നിങ്ങൾ തമ്മിൽ അടി വേണ്ട. ഞാനാണെങ്കിൽ ഹെർലിനെ പോയി കാണട്ടെ, എന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് വരാം. ഇതെന്താ ലൈബ്രറിയിലൊന്നും ആരുമില്ലല്ലോ? നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണം. ബാ, ക്ലാസ് തുടങ്ങാറായില്ലേ? നിന്റെ അച്ഛൻ, അതായത് പ്രൊഫസർ, എത്ര ധൈര്യം ഉണ്ടായിട്ട് എൻ്റെ അച്ഛനെ തള്ളിയത്? അത് ചോദിക്കാൻ വേണ്ടിയാ ഞാനിവിടെ നിന്നെ വിളിച്ചു വരുത്തിയത്. അപ്പ തല്ലിയെന്നോ? എന്തിന്? നിനക്കപ്പം ഒന്നും അറിയത്തില്ല അല്ലേ? ഒരു കുഞ്ഞു വാവ. നീ ഇനി പഠിക്ക. ഇപ്പം കളി മാറാൻ പോവുക. സേവ് മീ, ഹെൽപ്പ് ഹെൽപ്പ്. എന്താ ഇവിടെ? നിങ്ങളെന്താ ഇവിടെ? ഇപ്പം ക്ലാസ് അവർ അല്ലേ? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? സാർ എന്നെ സേവ് ചെയ്യണം. ഈ പീറ്ററിനോട് മിസ്ബിഹേവ് ചെയ്തു, എനിക്ക് ചെയ്തു. അതിനെ അനാവശ്യമായിട്ട് ദേഹത്ത് സ്പർശിച്ചു. വാട്ട്? നോ നോ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഇറങ്ങ, വീടെത്തി. നീ എന്താ സ്വപ്ന ലോകത്ത് വല്ലതുമായിരുന്നു? ശരിക്കും നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എനിക്ക് ജയിലിലേക്ക് തിരിച്ചു കയറാൻ സമയമാവുന്നുണ്ട്.
ജയില് നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. 2 ദിവസം കഴിഞ്ഞ് നീ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമെന്ന് എനിക്കറിയാം. ഞാനന്ന് കോളേജിൽ വെച്ച് അവളോട് അങ്ങനെ പെരുമാറിയെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നീ അങ്ങനെ പെരുമാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവൾ കള്ളം പറഞ്ഞെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അതിന് നീ അവൾക്ക് ഇത്രയും വലിയൊരു ശിക്ഷ കൊടുക്കേണ്ടിയിരുന്നില്ല. എനിക്ക് വന്ന നഷ്ടങ്ങളുടെ കണക്ക് ഞാൻ നിരത്തിയ അതവളെ താങ്ങില്ല. എൻ്റെ അപ്പനും അമ്മനും കൊന്നതും പോരഞ്ഞിട്ട് എന്നെ അനാഥനാക്കി കള്ളം പറഞ്ഞവൾ. നിൻ്റെ അങ്കിളായ ജോണങ്കിളുണ്ടല്ലോ എല്ലാ കാര്യത്തിലും നിനക്ക്. പക്ഷെ അവൾക്കോ ഒരു കുട്ടീനെ സമാനമായിട്ട് അവൻ കൊടുത്തേക്കെന്ന്. എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. നീ കോളെടുക്ക്. നീ ഫോൺ ബില്ലടിക്കുന്നത് കേട്ടില്ലേ? എന്തുവാ നീ ഫോണിൽ ഇപ്പോൾ വിളിച്ചേക്കുന്നത്? ഇച്ചയ ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഹെർലിനെ ആരോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. എൻ്റെ പരമായ സംശയം അത് പീറ്റർ ആണോന്ന്.